മോൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ അമ്മയ്ക്ക് തോന്നിയിട്ടുള്ളത്? വീട്ടിലും എങ്ങനെയുണ്ട്, സ്കൂളിലൊക്കെ എങ്ങനെയുണ്ട്, കുട്ടിയുടെ സ്വഭാവത്തിലും സംസാരത്തിലൊക്കെയുള്ള മാറ്റങ്ങളൊന്ന് പറയാമോ? കൊണ്ടുവന്നപ്പോൾ തന്നെ ദേഷ്യവും വാശിയും ഒക്കെ ആയിരുന്നു. ഒരു സ്ഥലത്ത് ഇരിക്കില്ല, അങ്ങനത്തെ ഒരു ബിഹേവിയർ ആയിരുന്നല്ലോ. സ്പീച്ച് ആയാലും ഡിലേ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ആൾക്ക് ദേഷ്യവും വാശിയും കുറഞ്ഞു. അതുപോലെ സ്പീച്ച് കയറി വന്നിട്ടുണ്ട്. നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അത് ഫോളോ ചെയ്ത് ആളെ ചെയ്തു തരുന്നുണ്ട് നന്നായിട്ട്. ഒത്തിരി ദേഷ്യം കുറഞ്ഞു. ആളിങ്ങനെ നമ്മൾ ഇരിക്കാൻ പറഞ്ഞ് ഇരുന്ന് ഒക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടായിരുന്നു, ആ ഒരു സ്വഭാവം മാറിയാക്കും. ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പം പ്ലേ സ്കൂളിൽ 2 ആഴ്ചയായിട്ട് ഞാൻ വിടുന്നുണ്ട്. അപ്പം അവിടെ ആയാലും ആള് ഇങ്ങനെ നല്ല ഇതായിട്ട് ഗുഡ് ബോയ് ആയിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ആ സിറ്റിങ്ങിലായാലും ആൾ അവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് കോൺസെൻട്രേഷനും കൂടി വരുന്നുണ്ട്. സ്പീച്ചും അവിടെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചത്തെക്കാളും കൂടുതലായിട്ട് അവരോട് അതെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അവർ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല മുടുക്കിനായിട്ട് തന്നെ ഇരിക്കുന്നു. ഗുഡ് ബോയ് ആണ് എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട്. കുട്ടിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളൊന്ന് പറയുമോ? ഈ തെറാപ്പി കഴിഞ്ഞിട്ട് സ്കൂളിലിരിക്കുമ്പം വന്നിട്ടുള്ള നേരത്തേക്കാളും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവിടെ സ്കൂളിൽ എൻവയൺമെന്റിൽ അഡാപ്റ്റ് ചെയ്യാനൊക്കെയുള്ള എന്തൊക്കെയാണ് പ്രോഗ്രസ് എന്നൊന്ന് പറയാമോ? നേരത്തെ വിട്ടുകൊണ്ടിരുന്നത് വെച്ചാൽ ആൾ ഇരിക്കില്ലായിരുന്നു, ഒട്ടും ഇരിക്കില്ല. അതുപോലെ തന്നെ ഭയങ്കര കുട്ടികളോടായാലും ഒരു ദേഷ്യവും വാശിയും ഒക്കെ ആയിരുന്നു. കുട്ടികളെ ഉപദ്രവിക്കാനൊക്കെ പോയിരുന്നു. അപ്പം ആ ഇതിന് ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. ആളെ ഇരുത്തി കഴിഞ്ഞ് ഇരിക്കും, അവിടെ ഇരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ അവിടെ നന്നായി പഠിക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികളായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞു. ഇപ്പം കുട്ടി അവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. ആളായി വരുമ്പോൾ സന്തോഷം, വളരെ സന്തോഷം.